താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെയുള്ള നമ്മുടെ ധ്യാനത്തിനായി 123 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കേറെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ ഇത്. സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ഉയരങ്ങളിലേക്ക് നോക്കുന്ന ദാവീദിനെയാണ് നാം കാണുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഉയരങ്ങളിലേക്ക് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു ആവശ്യത്തിനും താൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോക്കിയിരുന്നു. അതുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള സഹായമാണ് താൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി ആഗ്രഹിച്ചിരുന്നത്. മനുഷ്യരാലുള്ള സഹായത്തെക്കാൾ ഉപരിയായി ദൈവകരങ്ങളിൽ നിന്നുള്ള സഹായമാണ് താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ദാവീദ് രാജാവിൻ്റെ ബാല്യം മുതൽ നാം കാണുന്നത് ഉയരത്തിൽ നിന്നുള്ള സഹായത്താൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിയെടുത്ത ഒരു ദാവീദിനെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുടെ മുൻപിലാണ് നാം ഉയരത്തിലേക്ക് നോക്കാറുള്ളത്. എന്നാൽ ദാവീദ് രാജാവ് അങ്ങനെ ആയിരുന്നില്ല. താൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഉയരങ്ങളിലേക്ക് നോക്കിയ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോക്കിയ ദാവീദ് രാജാവ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം എന്താണ്? ജീവിതത്തിൻ്റെ ഏത് സമയത്തും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവകരങ്ങളിലേക്ക് മാത്രം നോക്കി ജീവിച്ച വ്യക്തിയായിരുന്നുവല്ലോ ദാവീദ്. തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുഖത്ത്, പ്രയാസങ്ങളുടെ മുഖത്ത്, വലിയ പ്രശ്നങ്ങളെ നേരിട്ടപ്പോൾ, നഷ്ടങ്ങൾ നേരിട്ടപ്പോൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ കഠിനതരമായ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴൊക്കെ ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു, യഹോവയിൽ ബലപ്പെട്ടു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുവാൻ തനിക്ക് സാധിച്ചു. പ്രയാസകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവം തനിക്ക് നൽകി. തൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ മുൻപാകെ പതറിപ്പോകാതെ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുവാൻ തന്നെ ഇടയാക്കിയത് എപ്പോഴും താൻ ദൈവകരങ്ങളിലേക്ക് നോക്കി ധൈര്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് എഴുതിയിരിക്കുകയാണ്. നാം വായിച്ചതായ 123 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് എന്താണ്? കർത്താവേ, ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് എൻ്റെ കണ്ണുയർത്തുകയാണ്. താൻ അതിനെ ഉപമിക്കുന്നത് ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണ് ദൈവകരങ്ങളുടെ പ്രത്യേകത? ആ കരങ്ങളാണ് സകലവും നിർമ്മിച്ചത്. 95 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. തുടർന്ന് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും
അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. നോക്കുക, അവിടുത്തെ കരങ്ങളാണ് നമ്മെ നിർമ്മിച്ചത്. ആ കരങ്ങൾ കൊണ്ട് നമ്മെ നിർമ്മിച്ചിരിക്കയാൽ നമ്മെ കൃത്യമായി സഹായിക്കുന്നതും ആ കരങ്ങൾ തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ മാതാവ് കരങ്ങളിലെടുക്കുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാകും അതിൻ്റെ അമ്മയുടെ കരങ്ങളിലാണ് അതിരിക്കുന്നത് എന്നുള്ളത്. മറ്റൊരാൾ അതിനെ എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുഞ്ഞിന് മനസ്സിലാകും. കാരണം അതിനെ പിടിച്ചിരിക്കുന്നതായ രീതി അത് തിരിച്ചറിയുവാൻ ആ കുഞ്ഞിന് സാധിക്കും. മറ്റാരോ ഒരാൾ എന്നെ എടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അതിനുണ്ടാകും. ആ പിടിച്ചിരിക്കുന്ന രീതിയിലൂടെ തന്നെ കുട്ടിക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയും. കുഞ്ഞിനെ പ്രത്യേകമായ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ കംഫർട്ടബിളായിട്ട് അനുഭവപ്പെടും. ഞാൻ മനസ്സിലാക്കുന്നത് നേഴ്സസിന് പ്രത്യേകമായ പരിശീലനം ആ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ എങ്ങനെ അതിന് കംഫർട്ടബിളായി തോന്നത്തക്ക നിലയിൽ എങ്ങനെ എടുക്കുവാൻ സാധിക്കും, ഒറ്റ കൈ കൊണ്ട് തന്നെ എങ്ങനെ എടുക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലെ ലേബർ റൂമുകളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് സ്റ്റാഫ് ഒറ്റ കൈയിൽ അനായാസേന വളരെ കംഫർട്ടബിളായി തോന്നത്തക്ക നിലയിൽ കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായ പരിശീലനം ആ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഒരു മാതാവിന് അല്ലെങ്കിൽ പ്രത്യേകമായ പരിശീലനം ലഭിച്ച ഒരു നേഴ്സ് ഒരു കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുമ്പോൾ ആ കുഞ്ഞിന് അത് വളരെ ഹൃദ്യമായി അനുഭവപ്പെടുന്നു. ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, നാം ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നതായ ആ കരങ്ങളുണ്ടല്ലോ, ആ കരങ്ങളിൽ നമ്മെ വഹിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സ്വർഗീയമായ സമാധാനവും സന്തോഷവും സംരക്ഷണയും എത്രമാത്രം ഹൃദ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ആ കരം നമ്മെ താങ്ങി നടത്തിയിട്ടുണ്ട്, നമ്മെ തലോടിയിട്ടുണ്ട്, നമ്മെ തോളിലെടുത്തിട്ടുണ്ട്, നമ്മെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിനെ നാം ഒരിക്കലും എങ്ങും തനിയെ വിടാറില്ല. നാം എല്ലാ സമയത്തും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്കറിയാം, നഴ്സറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നാം എങ്ങനെയാണ് സ്കൂളിലേക്ക് കൊണ്ടുവിടാറുള്ളത്, എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് തിരികെ കൊണ്ടുവരാറുള്ളത്. നിവൃത്തിയുണ്ടെങ്കിൽ നാം അതിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ടാണ് പോകാറുള്ളത്. അത്രമാത്രം അതിനെ കരുതിയാണ് നാം എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങൾ എത്രയോ പ്രാവശ്യം നമ്മെ താങ്ങി നടത്തി, എത്രയോ പ്രാവശ്യം നമ്മെ തോളിലെടുത്തു, നമ്മെ സഹായിച്ചു, അനുഗ്രഹിച്ചു, നമ്മെ വഴി നടത്തി. എത്ര വലിയ സഹായമാണ് ഈ കരങ്ങൾ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ ഇടയാകുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ നമ്മെ ഭരിക്കേണ്ടുന്നതായ ചിന്ത എന്താണ്? കർത്താവെ, ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് നോക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ്. അവിടുന്ന് എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ്. അവിടുത്തെ കരങ്ങൾ എന്നെ നിർമ്മിച്ച കരങ്ങളാണ്. അവിടുന്ന് എൻ്റെ സൃഷ്ടാവും ദൈവവുമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച സകല കാര്യങ്ങളും അവിടുന്ന് അറിയുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുത്തെ കരങ്ങൾ എന്നെ സുരക്ഷിതമായി പരിപാലിക്കുന്നു, എന്നെ സഹായിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ താങ്ങി നടത്തുന്നു. ഇന്ന് ഞാൻ പോകേണ്ടുന്നതായ പാതയിലൂടെ എന്നെ കരം പിടിച്ച് നടത്തുന്നു. എനിക്ക് ചുറ്റും സ്വർഗീയ ദൂതന്മാരാൽ എന്നെ കാവൽ ചെയ്യുന്നു, എന്നെ ബലപ്പെടുത്തുന്നു, എന്നെ സഹായിക്കുന്നു, എന്നെ തലോടുന്നു. എനിക്കെതിരായി വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. എത്ര വലിയ സഹായമാണ് വലിയവനായ ദൈവം നമുക്ക് നൽകിത്തരുന്നത്. അതുകൊണ്ട് ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും പറയുവാൻ സാധിക്കും, കർത്താവേ, ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് നോക്കുകയാണ്. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് നോക്കുന്നു. ദൈവവചനം പറയുന്നത് പോലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്നത്തെ ദിവസം നമ്മെ ധൈര്യത്തോടെ നടത്തുവാൻ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമുക്ക് സൗഖ്യം നൽകുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് പാത കാണിച്ചു തരുന്ന, നമ്മെ താങ്ങി നടത്തുന്ന ആ കരങ്ങളിലേക്ക് നോക്കി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് നോക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ താങ്ങി നടത്തിയ, ഞങ്ങളെ സഹായിച്ച അവിടുത്തെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യ സഹായങ്ങൾ വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുവാൻ
ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ഈ ജീവിതയാത്രയിൽ മുൻപോട്ട് നടക്കുവാൻ സാധ്യമല്ലാതെ വരുമ്പോൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തോളിൽ വഹിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ സമയത്തും അവിടുത്തെ കരങ്ങളാൽ ഞങ്ങളെ പിടിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ധൈര്യത്തോടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.